എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്ന മാത്തമാറ്റിക്സ് പേപ്പറിൻ്റെ മൊഡ്യൂൾ 4 സീക്വൻസ് ആൻഡ് സീരീസ് റിവിഷൻ. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കനും കൂടെ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ മൊഡ്യൂൾ 4 ഇന്ന് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ്. ഈ തന്നിട്ടുള്ള സീരീസിൻ്റെ കൺവേർജൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സിഗ്മ കെ ഫ്രം 1 to infinity k plus 1 factorial by 4 factorial into k factorial into 4 raised to k. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫാക്ടോറിയൽസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടോറിയൽസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും റേഷ്യോ ടെസ്റ്റാണ് ഉപയോഗിക്കുക, അല്ലേ? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുക. റേഷ്യോ ടെസ്റ്റ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ UK ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. UK എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ, k plus 1 factorial ഡിവൈഡഡ് ബൈ 4 factorial k factorial 4 raised to k. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ടേം UK plus 1 കണ്ടുപിടിക്കുക. UK plus 1 എന്ന് പറഞ്ഞാൽ ഈ k കാണുന്നിടത്തൊക്കെ k plus 1 കൊടുക്കുക. അപ്പോൾ k plus 1 എന്തായി മാറും? k plus 1 plus 1 k plus 2 ആയിട്ട് മാറും. k plus 2 factorial ഡിവൈഡഡ് ബൈ 4 factorial മാറ്റമൊന്നുമില്ല. k factorial k plus 1 factorial ആയിട്ട് മാറും. പിന്നെ 4 raised to k plus 1 ഇത്രയും വരും. ഇനി റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ റോ കണ്ടുപിടിക്കണം നമ്മൾ. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK plus 1 by UK, ഇതാണ് k അല്ലേ? അല്ല, റോ. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ആദ്യം നമുക്ക് UK എഴുതാം. UK എന്ന് പറഞ്ഞാൽ k plus 2 factorial ഡിവൈഡഡ് ബൈ 4 factorial k plus 1 factorial 4 raised to k plus 1 ആണ്. ഇതാണ് UK plus 1 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ UK. അപ്പോൾ UKയുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 factorial k factorial 4 raised to k ഡിവൈഡഡ് ബൈ k plus 1 factorial. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി കുറേ ടേമുകൾ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 4 factorial ഉണ്ട്, ഇത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 4 raised to k വരുന്നുണ്ട്, ഇവിടെ 4 raised to k plus 1 ഉണ്ട്. അപ്പോൾ 4 raised to k കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 4 വരും. ഇനി ബാലൻസ് വരുന്ന ടേമുകൾ നോക്കിക്കോളൂ. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ k plus 2 factorial ഉണ്ട്, ഇവിടെ k plus 1 factorial ഉണ്ട് സ്ഥലത്ത്, അല്ലേ? അപ്പോൾ നമുക്കിതിനെ k plus 2 ഇൻറ്റു k plus 1 factorial എന്ന് എഴുതാം, കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ്. പിന്നെ മുകളിലൊരു k factorial ബാക്കിയുണ്ട്, അത് എഴുതാം. താഴെ ഒരു k plus 1 ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. k plus 1 factorial ഇവിടെ മുകളിലുള്ള k plus 1 factorial ഇട്ട് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു 4 ഉണ്ട്, അതങ്ങനെ എഴുതാം. പിന്നെ ഇവിടെ k plus 1 ഉണ്ട്, അതിനെ നമുക്ക് k plus 1 factorial ഉണ്ട്, അതിനെ നമുക്ക് k plus 1 ഇൻറ്റു k factorial എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാനുള്ള ടേമുകളുണ്ട്, അതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. ഏതൊക്കെ വരും? k plus 1 factorial മുകളിലും താഴെയും ക്യാൻസൽ ചെയ്യുക. k factorial മുകളിലും താഴെയും ക്യാൻസൽ ചെയ്യുക. ബാലൻസ് വരുന്ന റോ നോക്കുക. റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി, മുകളിൽ k plus 2 ഉണ്ടാവും, ഡിവൈഡഡ് ബൈ താഴെ 4 ഇൻറ്റു k plus 1 കാണും. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ലിമിറ്റ് പോളിനോമിയൽ ഫംഗ്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ 4 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4k plus 4 എന്നാണ് വരിക ഡിനോമിനേറ്ററിൽ, മുകളിൽ k plus 1. അപ്പോൾ കെയുടെ കോഎഫിഷ്യൻസ് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റായി 1/4 എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ ലിമിറ്റ്. ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് എന്ത് പറയാം? therefore the series is convergent. റോ ലെസ് ദാൻ 1 ആണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് സീരീസ് കൺവേർജൻ്റ് ആണ്. റോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജൻ്റ് ആണ്. റോ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ആവും, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൺവേർജൻസ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ UK എഴുതുക, UK plus 1 എഴുതുക, ഇതിനാണ് 2 മാർക്ക്. പിന്നെ ഈ ഒരു കമ്പാരിസൺ എഴുതിയിട്ട് 1/4 വരെ എഴുതുന്നതിന് 4 മാർക്ക്.
പിന്നെ ഈ കൺവേർജൻ്റ് ആണ് എന്ന് എഴുതി വെക്കുന്നതിന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 7 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ടെസ്റ്റ് ദ ഫോളോയിങ് സീരീസ്. ടെസ്റ്റ് വെദർ ദ ഫോളോയിങ് സീരീസ് ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ഓർ കണ്ടീഷണലി കൺവേർജൻ്റ്. ഇത് അബ്സല്യൂട്ട്ലി ആണോ കണ്ടീഷണലി ആണോ കൺവേർജൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അബ്സല്യൂട്ട് കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഇതിൽ ആബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുക്കുക അല്ലേ. ഇവിടുത്തെ സീരീസ് -1k വരുന്നുണ്ട്, അതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ സീരീസ് മാത്രം സെലക്ട് ചെയ്യുക. അബ്സല്യൂട്ട് വാല്യൂ സീരീസ്, അബ്സല്യൂട്ട് വാല്യൂ സീരീസ്. അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എന്ന് പറഞ്ഞാൽ -1k ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ മോഡ് UK എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇവിടെ ഞാൻ അബ്സല്യൂട്ട് വാല്യൂ സീരീസിലെ UK എഴുതുകയാണ്. 1/√k × k+1. -1k ഒഴിവാക്കണം അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇത് UK. ഇനി ഇത് ടെസ്റ്റ് ചെയ്യാൻ, ഈ ഒരു സീരീസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് നോക്കുക. കമ്പാരിസൺ ടെസ്റ്റ് ആണോ, അല്ലെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ആണോ, അതല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ റൂട്ട് കാണുന്നതുകൊണ്ട് ചാടി കയറി റൂട്ട് ടെസ്റ്റ് എന്ന് പറയരുത്. കാരണം റൂട്ട് ജസ്റ്റ് ഒരു സിംഗിൾ റൂട്ടാണ്, അതായത് സ്ക്വയർ റൂട്ടാണ് ഈ പറയുന്നത് അല്ലേ. സ്ക്വയർ റൂട്ട് വരുമ്പോൾ നമ്മൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക? UK എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ, UK എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ എന്തെങ്കിലും ഒരു ടേം (k) അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഡിനോമിനേറ്ററിൽ k × k+1 ആയതുകൊണ്ട് ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. അതാണ് നമുക്ക് എളുപ്പം. പോളിനോമിയൽ ആയതുകൊണ്ട് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന് ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് ഒരു സീരീസും കൂടെ വേണം അല്ലേ. നമ്മൾ UK ആയിട്ട് ഇവിടെ എടുത്തു. അപ്പോൾ നമ്മളൊരു സെലക്ട് ചെയ്യുക വേറൊരു സീരീസ്. ലെറ്റ് (k from 1 to infinity vk) എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് (k from 1 to infinity). കമ്പാരിസൺ ടെസ്റ്റിൽ ന്യൂമറേറ്ററിലെ ടേം 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ഹയർ ഡിഗ്രി ടേം. ഹയർ ഡിഗ്രി ടേം എന്ന് പറയുമ്പോൾ ഇവിടെ k² + k ആണ്, പക്ഷേ അതിന് റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? √k² ആയിരിക്കും അല്ലേ. √k² എന്ന് പറഞ്ഞാൽ എന്താ? (k from 1 to infinity 1/k) ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന VK എന്ന് പറയുന്ന സീരീസ്. ഇനി ഈ രണ്ട് സീരീസിൻ്റെയും കൂടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഒരു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ലിമിറ്റ് k → ∞ UK/VK കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. ഇതെന്തായിരിക്കണം? എന്നിട്ട് ഇത് 1 ആയിരിക്കണം അല്ലേ. നോക്കാം നമുക്ക്. ലിമിറ്റ് k → ∞, ഇതെന്തായാലും 1 ആയിരിക്കും കേട്ടോ. ലിമിറ്റ് k → ∞, UK എന്ന് പറഞ്ഞാൽ 1/k × k+1 റൂട്ട് ഇൻറ്റു VK എന്ന് പറയുന്നത് 1/k ആണ്. അപ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക k/1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഇത് വേണമെങ്കിൽ നമുക്ക് √k² എന്ന് കൊടുക്കാം കേട്ടോ. k എന്നുള്ളതിന് √k² എന്ന് കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ലിമിറ്റ് എങ്ങനെ കിട്ടും നമുക്ക്? k → ∞ √k² + k അല്ലേ. ഇങ്ങനെ വരും. ഒന്നിച്ച് നമുക്ക് റൂട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലിമിറ്റ് എന്താ വരിക? k² 1 ആണ് വരിക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 1 കിട്ടും ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore (UK and (VK) may converge or diverge together അല്ലേ. രണ്ടും ഒന്നിച്ചായിരിക്കും, കൺവേർജൻ്റ് ആവുന്നതും അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആവുന്നതും. അപ്പോൾ നമുക്ക് ഇനി എന്ത് നോക്കണം? (VK) എന്താണ് നോക്കണം. എന്താണ് VK? (1/k) അതാണ് VK എന്ന് പറയുന്നത് അല്ലേ. ഇതെന്ത് സീരീസാണ്? P സീരീസാണ് വിത്ത് P = 1 അല്ലെങ്കിൽ ഹൈപ്പർ ഹാർമോണിക് സീരീസ് എന്നൊക്കെ നമുക്ക് പറയാം. P സീരീസാണ് വിത്ത് P = 1. അതെന്താണ്? P = 1 ആയിട്ടുള്ള P സീരീസ് ഡൈവേർജൻ്റ് ആണ് അല്ലേ. P സീരീസ് ഡൈവേർജൻ്റ് ആണ്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? (VK) ഡൈവേർജൻ്റ് ആണെങ്കിൽ (UK)യും എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സാധനം എന്തല്ല? (UK) എന്ന് പറയുന്നത് നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുത്തപ്പോൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല, അതുകൊണ്ട് കൺവേർജൻ്റ് അല്ല എന്ന് മനസ്സിലായി. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്തിലേക്ക് പോകേണ്ടത്?
കണ്ടീഷണൽ കൺവേർജൻസിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുത്ത് നോക്കി, അത് കൺവേർജൻ്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും, സീരീസ് മൊത്തമായിട്ടും കൺവേർജൻ്റ് ആയിരിക്കും. ഇവിടെ അബ്സല്യൂട്ട് കൺവേർജൻസ് ഇല്ല, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ ടെസ്റ്റ് സീരീസിനെ എന്ത് ഉപയോഗിക്കുക? ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഉപയോഗിക്കുക. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിക്കുക. ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ആ സീരീസ് കൺവേർജൻ്റ് ആണോ നോക്കുക. ഗിവൺ സീരീസ് എന്താണ്? സിഗ്മ കെ ഫ്രം 1 to infinity -1 raised to k divided by root of k into k plus 1. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി 2 കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് യു കെ ഗ്രേറ്റർ ദാൻ യു കെ പ്ലസ് 1 ആണോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ യു കെ എന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവ് ടേം മാത്രം എടുത്താൽ മതി കേട്ടോ, -1 raised to k വേണ്ട. യു കെ എന്ന് പറയുന്നത് 1/√k into k plus 1 ആണ് അല്ലേ. ഇതാണ് യു കെ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 1/√k plus 1 into k plus 2, അതായത് കെക്ക് പകരം k plus 1 കൊടുത്ത ടേം, അതായത് യു കെ പ്ലസ് 1 എന്ന് പറയുന്ന ടേം. അത് ഇതിലിപ്പോൾ ഏതാണ് വലുത് വരിക? ഡിനോമിനേറ്ററിലെ നമ്പർ വലുതാവുമ്പോൾ ആ സാധനം ചെറുതാവുകയാണ് ചെയ്യുക. ഈ ഡിനോമിനേറ്ററിലെ k into k plus 1 വലിയ നമ്പറാണ് k plus 1 into k plus 2. അത് ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് അത് ഈ ടോട്ടൽ നമ്പർ 1 എന്ന് പറയുന്ന നമ്പർ ചെറുതായിരിക്കും. ഏതായിരിക്കും വലുത് വരിക? യു കെ ആണ് വലുത് വരിക. അപ്പോൾ യു കെ ഗ്രേറ്റർ ദാൻ യു കെ പ്ലസ് 1 എന്ന് കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കെക്ക് വാല്യൂ കൊടുത്ത് നോക്കിയാലും മതി കേട്ടോ, k1ഉം k2ഉം കണ്ടുപിടിച്ച് നോക്കിയാലും മതി. അപ്പോൾ യു കെ ഗ്രേറ്റർ ദാൻ യു കെ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്തും കൂടെ ചെക്ക് ചെയ്യണം. ലിമിറ്റ് k tends to infinity യു കെ എന്താണെന്ന് കൂടെ ചെക്ക് ചെയ്യണം. ലിമിറ്റ് k tends to infinity യു കെ എന്ന് പറയുന്നത് 1/√k into k plus 1. ഇതെന്താ കിട്ടുന്നത്? 1/∞ എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടും. അപ്പോൾ ലെബനിസ് ടെസ്റ്റിൻ്റെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. ഒന്നാമത്തത് യു കെ ഗ്രേറ്റർ ദാൻ യു കെ പ്ലസ് 1 ആയി, ലിമിറ്റ് യു കെ 0 ആയി. അപ്പോൾ ബൈ ലെബനിസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബൈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് സിഗ്മ യു കെ എന്ന് പറയുന്നത് എന്താണ്? കൺവേർജൻ്റ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല, എന്നാൽ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ച് സീരീസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? The given series is conditionally convergent. ഈ given series എന്താണ്? കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. എപ്പോഴാണ് കണ്ടീഷണൽ കൺവേർജൻസ് വരിക എന്നുള്ളത് കൃത്യമായിട്ടും ഓർത്ത് വെച്ചോളൂ. എപ്പോഴാണ് കണ്ടീഷണൽ കൺവേർജൻസ് വരിക? സീരീസ് ഇവിടെ ഉണ്ടാവും. ആ സീരീസ് 2 കേസിൽ നമ്മൾ നോക്കുക. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ഇതെന്താണ്? ടോട്ടലി കൺവേർജൻ്റ് ആണ്, സീരീസ് കൺവേർജൻ്റ് ആണ്. ഓക്കെ. ഇനി ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ലെങ്കിൽ നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ച് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യണം. അവിടെ കൺവേർജൻ്റ് ആണെങ്കിൽ ഈ സാധനം എന്താണ്? കണ്ടീഷണലി കൺവേർജൻ്റ് ആണ്. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല, പക്ഷെ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കൺവേർജൻ്റ് ആണ്. അങ്ങനത്തെ കേസുകളെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടീഷണലി കൺവേർജൻ്റ് സീരീസ് എന്ന് പറയുക. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി വേറെ കാര്യം കൂടെ ചോദിക്കട്ടെ. അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് കൺവേർജൻ്റ് അല്ലെങ്കിലോ? അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് കൺവേർജൻ്റ് അല്ലെങ്കിൽ ടോട്ടലി ഡൈവേർജൻ്റ് എന്ന് നമുക്ക് പറയാം. കൺവേർജൻ്റ് അല്ലെങ്കിൽ. ഓക്കെ. ഇത് 3 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ചെക്ക് ദ കൺവേർജൻസ് ഓഫ് സിഗ്മ കെ ഫ്രം 1 to infinity 1/k raised to k/2. ശ്രദ്ധിക്കണേ. സിഗ്മ കെ ഫ്രം 1 to infinity 1/k raised to k/2 ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. k from 1 to infinity 1/k raised to 1/2 whole raised to k. ഞാൻ ആ whole raised to k പുറത്തെടുത്ത് എഴുതി. അപ്പോൾ അത് ഏത് സീരീസാണ്, ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? റൂട്ട് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഈ k raised to k/2 ആണ്. അപ്പോൾ അതിൽ k raised to 1/2 whole raised to k. ആ whole raised to k ആണ് ഞാനിവിടെ പുറത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ റൂട്ട് ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. റോ കണ്ടുപിടിച്ചോളൂ. റോ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് k tends to infinity യു കെ ഓൾ റേസ് ടു 1/k. ഇതാണ് റൂട്ട് ടെസ്റ്റിലെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ യു കെ എന്ന് പറയുന്നത് ഈ കാണുന്ന ടേമാണ്.
അല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റോ ഈക്വൽ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k raised to 1 by 2 all raised to k all raised to 1 by k എന്ന് വരും അല്ലേ? all raised to 1 by k. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞാൽ നോക്കിക്കേ, ഈ കെയും ഈ 1 by kയും കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k raised to 1 by 2 എന്ന് വരും അല്ലേ? ഈ കെയും കൂടെ നിങ്ങൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by infinity വരും. 1 by infinity പറഞ്ഞാൽ എന്താ? 0 ആണ്. ഓക്കെ, 1 by infinity 0 which is less than 1. ലെസ് ദാൻ 1 ആയതുകൊണ്ട്, റോ ലെസ് ദാൻ 1 ആയതുകൊണ്ട് സീരീസ് റൂട്ട് ടെസ്റ്റ് പ്രകാരം കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, റൂട്ട് ടെസ്റ്റ് പ്രകാരം റോ ലെസ് ദാൻ 1 ആയതുകൊണ്ട് കൺവേർജൻ്റ് ആയിരിക്കും. ക്ലിയർ? 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് മുമ്പ്. ഇത് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് സിഗ്മ കെ ഫ്രം 1 to infinity 1 by 2k plus 3 ഹോൾ റേസ് ടു 17. അപ്പോൾ ഇവിടെ ഇത് ഹോൾ റേസ് ടു 17 ആണ്, ഹോൾ റേസ് ടു കെ അല്ല. നേരത്തെ ചെയ്ത പോലെ ഹോൾ റേസ് ടു കെ അല്ല. അപ്പോൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹോൾ റേസ് ടു 17 ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. പക്ഷേ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഹോൾ റേസ് ടു 17 വരുന്ന എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് യൂസ് ചെയ്യാം? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പോളിനോമിയൽ ആണ് വരുന്നത്, അതുകൊണ്ട് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുക. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഏതിലാണ് ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരും. പോളിനോമിയൽ എക്സ്പ്രഷൻ ആണ് വരുന്നെങ്കിൽ അവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുക. ഇവിടുത്തെ യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 2k plus 3 ഹോൾ റേസ് ടു 17 ആണ് അല്ലേ? അപ്പോൾ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വി കെ നമ്മൾ സെലക്ട് ചെയ്യണം. വി കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മുകളിൽ 1 ആണ്, ഇവിടെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട്. താഴത്തെ ഏറ്റവും വലിയ കെൻ്റെ പവർ ടേം 17 ആണ്. ഇത് എക്സ്പാൻഡിങ് ഹോൾ റേസ് ടു 17 ആണ് വരിക. അപ്പോൾ 2k ഹോൾ റേസ് ടു 17 നമ്മൾ സെലക്ട് ചെയ്യാം വി കെ ആയിട്ട്. ഇനി റോ കണ്ടുപിടിച്ചോളൂ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ബൈ വി കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്ന് പറയുന്നത് 1 by 2k plus 3 ഹോൾ റേസ് ടു 17 ഇൻറ്റു വി കെ എന്ന് പറഞ്ഞാൽ 1 by 2k ഹോൾ റേസ് ടു 17 ആണ്. റെസിപ്രോക്കൽ എടുക്കുക, 2k റേസ് ടു 17 by 1. ഇനി ഇത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 2k റേസ് ടു 17 ഡിവൈഡഡ് ബൈ 2k plus 3 ഹോൾ റേസ് ടു 17. അപ്പോൾ ഇതിലെ കെയുടെ ഏറ്റവും വലിയ പവറിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. കെയുടെ ഏറ്റവും വലിയ പവർ കെ റേസ് ടു 17, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 2 റേസ് ടു 17 ആയിരിക്കും അല്ലേ? അപ്പോൾ 2 റേസ് ടു 17 by 2 റേസ് ടു 17 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ദർഫോർ സിഗ്മ യു കെ ആൻഡ് സിഗ്മ വി കെ may converge or diverge together. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി കെയുടെ കൺവേർജൻസ് നോക്കണം. സിഗ്മ വി കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ 1 by 2k റേസ് ടു 17. ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യുക. ഇതെന്താണ്? ഒരു പി സീരീസ് ആണ് അല്ലേ? പി സീരീസ് ലിമിറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ്സ് എ പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 17 ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ട് ഈ സീരീസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ വി കെ കൺവേർജൻ്റ് ആണെങ്കിൽ ദർഫോർ സിഗ്മ യു കെയും എന്താ വരിക? ഈസ് കൺവേർജൻറ്റ്. വി കെ കൺവേർജൻ്റ് ആണെങ്കിൽ യു കെയും കൺവേർജൻ്റ് ആയിരിക്കും. ഈ ഒരു തിയറം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ വെദർ ദ സീരീസ് is convergent or not. ഇത് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഇത് ഏത് ടൈപ്പാണ് നോക്കണം. ഇവിടെ യു കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 by log k plus 1 all raised to k ആണ് അല്ലേ? ദാറ്റ് ഈസ് നമുക്കതിനെ എങ്ങനെ മോഡിഫൈ എഴുതാം? 1 by log k plus 1 ഹോൾ റേസ് ടു കെ എന്ന് എഴുതാം. അപ്പോൾ ഹോൾ റേസ് ടു കെ ആണ് യു കെ വരുന്നതെങ്കിൽ നമ്മളിവിടെ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യും? റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ റൂട്ട് ടെസ്റ്റിന് റോ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റേസ് ടു
1/k. ഇതാണ് റൂട്ട് ടെസ്റ്റിന് വേണ്ടി നമ്മൾ എഴുതുന്ന എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടുത്തെ യു കെ എന്ന് പറയുന്നത് 1/log k plus 1 all raised to k all raised to 1/k. നമ്മുടെ uk raised to 1/k ഇല്ലേ അത്. അപ്പോൾ ഈ കെയും കെയും കൂടെ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയാം. നമുക്ക് ബാലൻസ് വരിക ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1/log k plus 1. ഇനി ലോഗിൽ കെക്ക് പകരം ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി ആയി പോവും. 1/infinity പറഞ്ഞാൽ 0 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. അതുകൊണ്ട് എന്ത് എഴുതാം നമുക്ക്, ദ സീരീസ് ഇസ് കൺവേർജൻറ്റ്. റോ ലെസ് ദാൻ 1 ആയെങ്കിൽ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും അല്ലേ, റൂട്ട് ടെസ്റ്റ് പ്രകാരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.